ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ക്രിയേഷൻസ്. നമുക്കിന്ന് അറേബ്യൻ സ്വീറ്റ് ഡിഷായ കുനാഫ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുനാഫയുടെ ഡോ നാട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡോ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് കോൺഫ്ലവർ, 1 കപ്പ് മൈദ, ഉപ്പ് ആവശ്യത്തിന്, 1 കപ്പ് വെള്ളം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നന്നായി അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്ത ഈ മാവ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഒഴിക്കുക. അതിൻ്റെ ടോപ്പിൽ ഇതുപോലെ ചെറിയ 2-3 ഹോൾ ഇട്ട് കൊടുക്കുക. ഹോളിൻ്റെ വലിപ്പം കൂടി പോവാതെ ശ്രദ്ധിക്കണം. പിന്നീട് നമുക്കിതുപോലെ ചൂടായ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്കിതൊരു 10-15 സെക്കൻഡ് മാത്രം വേവിച്ചാൽ മതിയാകും. നമുക്കിത് ഈസി ആയിട്ട് പാനിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഡോ. ഇതുപോലെ നമുക്ക് കൂടുതൽ ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർ ഒഴിച്ചു കൊടുക്കണം. ഒരു 100 ഗ്രാം ബട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബട്ടർ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മളിത് കുറച്ച് സമയം മാറ്റി വെക്കണം. ഈ മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് ക്രീം ഉണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് പാല്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് ചെറിയ തീയിലിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് 100 ഗ്രാം ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. നല്ല ക്രീമി പരുവത്തിലാകുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇനി നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാനിൽ നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാനിൻ്റെ എല്ലായിടത്തും നന്നായി ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഡോയുടെ പകുതി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ആ ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ബാക്കിയുള്ള ഡോയും കൂടെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ക്രീം കാണാത്ത വിധത്തിൽ സ്പ്രെഡ് ചെയ്ത് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചുവട് കട്ടിയുള്ള ഒരു തട്ടിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു പാനിൻ്റെയോ ഒക്കെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിക്കേണ്ടത്. ഒരു 15-20 മിനിറ്റൊക്കെ നമുക്ക് വേവിക്കേണ്ടി വരും. കുനാഫയുടെ അടിഭാഗം ഗോൾഡൻ കളറിലാവുമ്പോൾ നമുക്കിത് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് ചെറിയ തീയിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത കുനാഫ ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഒഴിക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർത്ത് ഇത് നന്നായി വെള്ളത്തിൽ അലിയിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ചേർക്കണം. ഒരു പകുതി നാരങ്ങ മതിയാവും. ഇത് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ കുനാഫയുടെ മുകളിൽ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇതുപോലെ പിസ്ത ക്രഷ് ചെയ്തത് നമുക്ക് മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കുനാഫ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കുനാഫ ഡോ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നല്ല തിന്നായിട്ടുള്ള വെർമിസെല്ലി കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതുപോലെ കുനാഫ ഡോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.